ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വെറൈറ്റി വിഭവമാണ്. ഒരു അടിപൊളി ഇളനീർ പായസം. ഈ പായസം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ പായസം ഉണ്ടാക്കുന്ന രീതിയും ഇതിലെ ചേരുവകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പായസം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കിടക്കാം. ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് ഇളനീർ തന്നെ. നല്ല കാമ്പുള്ള ഇളനീർ നോക്കി വെട്ടി അതിൻ്റെ വെള്ളം ഒരു തുള്ളി പോലും കളയരുത്. ഈ വെള്ളം ഫുള്ളും നമുക്ക് ആവശ്യമുള്ളതാണ്. എന്നിട്ട് അത് ചൂന്നെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ അടിയിൽ ഒരു കാപ്പി കളറിലെ ഇതുണ്ടാവും, കാമ്പുണ്ടോ, ചിരട്ടൻ്റെ കാമ്പ്, അത് പെടാതെ ശ്രദ്ധിക്കണം. നല്ലതുപോലെ പൂണ്ടെടുക്കുക എന്നൊക്കെ പറയും. എടുക്കുക. നമ്മളിവിടെ 4 ഇളനീറിൻ്റെ കാമ്പാണ് എടുത്തത്. 1.5 ലിറ്റർ പാല്, തേങ്ങാപ്പാലിനാണ്. 25 ഗ്രാം ചൈന ഗ്രാപ്സ്, ഏലക്ക, അണ്ടിപ്പരിപ്പ്, പഞ്ചസാര, പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ ഇളനീരിൻ്റെ വെള്ളം. ഇതാണ് ഇതിക്ക് വേണ്ട ചേരുവകൾ. ഇനി നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിൽ നമ്മൾ 25 ഗ്രാം ചൈന ഗ്രാപ്സും അതിലേക്ക് ഇളനീരിൻ്റെ വെള്ളത്തിൽ ഒഴിച്ചാണ്ട് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഉരുക്കുക. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇളനീരിൻ്റെ വെള്ളം മാത്രമാണ്. പച്ചവെള്ളം മറ്റൊന്നും ഉപയോഗിക്കില്ല. ഇളനീർ വെള്ളവും പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഇളക്കുക. മറ്റൊരു പാത്രത്തിൽ നമ്മൾ പാല്, 1.5 ലിറ്റർ പാല്, ഈ പാത്രം അത്യാവശ്യം വലിയൊരു പാത്രമാണ്, അതിലേക്ക് നമ്മൾ മാറ്റി വെക്കുക. ഈ പാലെടുത്ത് നമുക്ക് അടുപ്പത്ത് വെക്കാം ചൂടാക്കാൻ. നമ്മൾ ഇളനീർ മിക്സിയിലിട്ട് നമ്മൾ നല്ലതുപോലെ അരച്ച് ജ്യൂസ് പോലെ ആക്കണം. ഇത് അരക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതും ഇളനീരിൻ്റെ വെള്ളം മാത്രമേ. നമ്മൾ പച്ചവെള്ളം മറ്റ് കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ അരയ്ക്കുക. നല്ലതുപോലെ അരഞ്ഞ നമ്മളെ ഇളനീർ ജ്യൂസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. തേങ്ങയും അരച്ച് അതിൻ്റെ പാല് നമുക്ക് മാറ്റി വെക്കുക. പാലാക്കി വെക്കുക. നമുക്ക് നമ്മളെ അടുപ്പത്തില്ല ചൈന ഗ്രാപ്സ് ഉരുകി നോക്കാം. നല്ലതുപോലെ ഉരുകിയിട്ടുണ്ട്. ഈ പാൽ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കും വേണം. നല്ലതുപോലെ ഉരുകിയ ഈ ചൈന ഗ്രാപ്സ് നമുക്കൊരു വലിയ പ്ലേറ്റിലേക്ക് അരിച്ചെടുക്കുക. ഈ പഞ്ചസാരൻ്റെ മറ്റ് ചണ്ടികളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് പുറത്തോ ഫാനിൻ്റെ ചുവട്ടിലോ അല്ലോ ഫ്രിഡ്ജിലോ മാറ്റി വയ്ക്കുക. നല്ലതുപോലെ ഉറച്ചതിന് ശേഷം വളരെ ചെറുതായി നൈസായിട്ട് അരിയുക. വളരെ ചെറുതായി മാക്സിമം ചെറുതാക്കാൻ കഴിയണം, അതാണ് ഏറ്റവും നല്ലത്. വളരെ ചെറുതായി കുരുകുരാന്ന് അരിയുക. ഇപ്പം വലിയ പീസാണ്, ഇതൊന്നും കൂടി ചെറുതാക്കി എടുക്കണം. നല്ലതുപോലെ ചെറുതാക്കുക. ഇതിലും ചെറുതായി ഇരിക്കുമ്പോഴേക്കും ടേസ്റ്റ് കൂടും. ശേഷം നമ്മളെ പാലിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, 1.5 ലിറ്റർ പാലിലേക്കാണ് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇടുക. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. ശേഷം ഏലക്കായ് നല്ലതുപോലെ പൊടിക്കുക. ചെറുതാക്കി പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. പാൽ അടി പിടിക്കാതെ നോക്കുക. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഈ അടുപ്പ് ഓഫാക്കി വെക്കാം. മറ്റൊരു അടുപ്പിൽ 1 ടീസ്പൂൺ നല്ല നെയ്യ്, മിൽമൻ്റെ ആർക്കേജിൻ്റെ നല്ല നെയ്യ് എടുത്തതിന് ശേഷം അതിൽ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുക. അണ്ടിപ്പരിപ്പ് കരിയാതെ ശ്രദ്ധിക്കണം.
നമ്മളെ പാലിലേക്ക് തിളച്ച് നമ്മൾ മാറ്റി വെച്ച പാലിലേക്ക് ഒരല്പം ഉപ്പ്, മധുരം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. പിന്നെ അല്പം നമ്മൾ അരച്ച് വെച്ച തേങ്ങാപ്പാൽ, അതിന് ശേഷം നമ്മളെ ഇളനീർ കോയമ്പ്, ഇളനീർ ജ്യൂസ്, നമ്മൾ നല്ലതുപോലെ അരച്ച് വെച്ച ഇളനീർ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. ഇത് ഏകദേശം തണുക്കണം. ഈ പായസമാണെങ്കിലും ഇത് തണുത്തത് കുടിക്കാനാണ് രസം. നമ്മളെ ഈ ഇളനീർ കട്ട് ചെയ്ത് വെച്ചത് നമുക്കതിലേക്ക്, ഇളനീരല്ല നമ്മൾ ഫുഡിങ് ഉണ്ടാക്കിയില്ലേനോ, ഇളനീർ വെള്ളം കൊണ്ട് ഉണ്ടാക്കിയത്, ആ കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ചെറിയ ചെറിയ ഇളനീരിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ നല്ല രസമായിരിക്കും. പിന്നെ നമ്മളെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ആഡ് ചെയ്യുക. വളരെ ടേസ്റ്റുള്ളൊരു പായസമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ബാക്കിയുള്ള കണ്ടൻസ് മിൽക്കും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഒരു പായസമാണ്. ഇളനീർ കൊണ്ടൊരു വെറൈറ്റി ഒരു വിഭവം തന്നെയാണിത്. ഇത് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.